നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക എന്നാണ് പറയുക. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക എന്നാണ് പറയുക. ചിലപ്പോഴൊക്കെ നമുക്കറിയാം, ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് ചിലപ്പം കാലതാമസം എടുത്തിരിക്കും. ഉദാഹരണം, 2024 നവംബർ 1 പ്രാർത്ഥിക്കുന്നു, മറുപടി 2024 ആരംഭിക്കുന്നുണ്ട്. ആ മറുപടി കിട്ടാൻ പോകുന്നത് 2034 നവംബർ 1 ചിലപ്പോൾ നീണ്ട കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ. ചില പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം കിട്ടിയെന്നിരിക്കും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കാത്തിരുന്ന് ക്ഷമയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പെട്ടെന്ന് പ്രതീക്ഷിക്കല്, ക്ഷമയോടെ പ്രാർത്ഥിക്കണം. 2, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചത് ലഭിച്ചു കഴിഞ്ഞു വിശ്വാസത്തോടെ. മോളുടെ കല്യാണം നടന്നിട്ടില്ല, നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വരനെ കിട്ടിയതുപോലെ ആ ഉറപ്പോടെ പ്രാർത്ഥിക്കണം. അതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥന. ഒരു പെരപണി നടക്കുന്നില്ല, പണിയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പെര പണിത് കിട്ടിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, നീ എനിക്ക് തന്ന വീടിനായി നിനക്ക് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം, ക്ഷമയോടെ, വിശ്വാസത്തോടെ. മറ്റൊന്നാണ് പറയുക, നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കണം. ഉള്ളിൽ കള്ളമില്ലാതെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പറയുക, കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പിള്ള മനസ്സിൽ കള്ളമില്ലല്ലോ, പിള്ള മനസ്സിൽ കള്ളമില്ല. ഉള്ളിൽ കളങ്കം വെക്കാതെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകണം. എല്ലാം സത്യസന്ധത, ആ ഉറപ്പോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ബലമുണ്ട്. അതാണ് സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 2, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടി എന്ന ഉറപ്പ് ഉള്ളിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. 3, കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. 4, ത്യാഗമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചെറിയ ത്യാഗം നമ്മൾ എടുക്കണം. അതാണ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു, കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നു, മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ ത്യാഗം, നൊമ്പരം വേഗത്തനുഭവിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. 5 പറയും, എളിമയോടെ പ്രാർത്ഥിക്കണം. അഹങ്കാരം വരുത്, തലക്കന വരുത്. ഞാൻ നിസ്സാരനാണ്, ഒന്നുമല്ല, മറ്റുള്ളവരെന്നേക്കാൾ ശ്രേഷ്ഠര, ആ ചിന്ത മനസ്സിൽ വെച്ച് നമ്മൾ എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കും പ്രത്യേകമായ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നു. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇടുന്നത് പോലെ. ഞാൻ അകത്തുനിന്ന് സ്വിച്ച് ഇടുന്നു, മുറിയിലെ ട്യൂബ് തെളിയുന്നു, ഫാൻ കറങ്ങുന്നു. ഇതുപോലെ ഒരമ്മ ഒരിടത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, അങ്ങ് ദൂരെയുള്ള മക്കളിൽ ട്യൂബ് തെളിയും, ഫാൻ കറങ്ങും. വിദേശമുള്ള ഭർത്താവിൽ ട്യൂബ് തെളിയും, ഫാൻ കറങ്ങും. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ദൂരെയുള്ള അമ്മയിൽ ഒരു ദൈവികമായ പ്രകാശം തെളിയും. നമ്മൾ എത്ര ദൂരെ നിന്ന് പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഫലമുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥന മഴ പെയ്യുന്നത് പോലെയാണ്. എങ്ങനെയാണ് മഴ പെയ്യുക? സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് ഉയരും, മഴ മേഘമായിട്ട് കെട്ടിക്കിടക്കും, മഴത്തുള്ളിയായിട്ട് പെയ്തിറങ്ങും. അതുപോലെ നമ്മുടെ പ്രാർത്ഥന മേഘം പോലെ ഉയരും. ദൈവസന്നിധിയിൽ പ്രാർത്ഥന മേഘമായിട്ട് കെട്ടിക്കിടക്കും, അനുഗ്രഹത്തിൻ്റെ മഴത്തുള്ളിയായി പെയ്തിറങ്ങും. ഓരോ പ്രാർത്ഥന ഇങ്ങനെയാണ്. മധ്യസ്ഥ പ്രാർത്ഥന ഇങ്ങനെയാണ്. നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ പ്രാർത്ഥന അത്ഭുതങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്തെല്ലാം അസ്വസ്ഥത വന്നാലും ഉള്ളിൽ നൊമ്പരപ്പെടാതെ നമ്മൾ പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ചില പറയും പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരം വരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരം വരാം. പ്രാർത്ഥനാ സമയത്തെ പല വിചാരം പ്രാർത്ഥനയെ വിഷയമാക്കണം. ഒരു ബിഷപ്പ് ഇടവകയിൽ വന്നു. ആൾക്കാരോട് പറഞ്ഞു, മനുഷ്യൻ പല വിചാരങ്ങളാൽ ബന്ധിതനാണ്, 5 മിനിറ്റ് പോലും ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു അമ്മച്ചി പറഞ്ഞു, പിതാവേ 5 മിനിറ്റ് ഏകാഗ്രതയോടെ ഞാൻ പ്രാർത്ഥിച്ചാൽ പിതാവ് എനിക്ക് എന്നാ തരും? പിതാവ് പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിച്ചാൽ 50 രൂപയും ഒരു മെഡലും ഞാൻ സമ്മാനം തരും. ഞാനിപ്പം പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അമ്മച്ചി കണ്ണടച്ചു, കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞു ചോദിച്ചു, പിതാവേ 50 രൂപയും മെഡൽ ഇപ്പം തരുമോ? അത് ഞാൻ പിന്നെ വരുമ്പോഴേ തരത്തുള്ളൂ. ഇത് മനുഷ്യനിലുണ്ട്. ഓരോന്ന് ചിന്തിക്കുമ്പോഴും മറ്റൊന്ന് ഉള്ളിലുണ്ട്. ചിലർ പറയും പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുന്നു. ഉറക്കം വരുന്നതും വളരെ നല്ലതാണ്. കാരണം മനസ്സ് സമാധാനത്തിൽ വരുന്നു,
അതിന് അടയാളം ഉറക്കമെന്നോർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ വലിയ വലിയ ഗുരുക്കന്മാരുടെ പ്രാർത്ഥന, ശ്രീബുദ്ധൻ്റെ മെഡിറ്റേഷൻ, ജൈനമത സ്ഥാപന വർത്തമാന മഹാവീരൻ്റെ മെഡിറ്റേഷൻ, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ രീതികൾ, മഹാത്മാഗാന്ധിയുടെ പ്രാർത്ഥന മെഡിറ്റേഷൻ. അദ്ദേഹം നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് കാര്യം ചെയ്യാനുണ്ടെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ഒന്നും ചെയ്യാതെ മൗനം പാലിക്കുമായിരുന്നു. കാരണം ദൈവത്തിനു കൂടി ഇരുന്ന് ശക്തി സംഭരിച്ചിട്ട് കർമ്മനിരതനായി പോകാനായിട്ട്. നമ്മുടെയും ജോലികൾക്കും വേലകൾക്കും ഒരു ഹൃദയവും അഭിഷേകവും വേണോ? ദൈവത്തിൻ്റെ കൂടി ഇരുന്ന് ശാന്തതയിലിരുന്ന് ശക്തി സംഭരിക്കണം. ഈ സന്ദേശം ശ്രവിക്കുന്ന നമ്മളെല്ലാവരും ഓർക്കുക, കുടുംബത്തിൽ ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥന, ഒറ്റയ്ക്കുള്ള ഒരു പ്രാർത്ഥന, ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനാ സംവിധാനത്തിൽ ബന്ധപ്പെട്ട് ഉൾക്കട്ടിയുള്ള കരുത്തുള്ള മനുഷ്യരായി നമ്മൾ മാറണം. മുതിർന്നവർ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പുതിയ തലമുറയും പ്രാർത്ഥനയിൽ അർത്ഥം കണ്ടെത്തണം. ലോകത്തിൽ ഒരുപാട് വ്യാപാരങ്ങളിൽ ഓടി നടക്കുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു ബന്ധമുണ്ട്, ഒരു തിരിച്ചറിവ്. ഏറ്റവും വലിയ സമാധാനം തരുന്നത് പ്രാർത്ഥന വഴി ദൈവത്തോടുള്ള ബന്ധമാണ്. ആ തിരിച്ചറിവിൽ തലമുറകൾ വളരണം. അങ്ങനെ വളർത്താൻ നമുക്കും ജീവിക്കാൻ കൃപ ലഭിക്കട്ടെ. പ്രാർത്ഥന എന്ന വലിയ ശക്തി ഹൃദയത്തിൽ സൂക്ഷിച്ച് കർമ്മ മേഖലകളിൽ കർമ്മനിരതരായി മുമ്പോട്ട് പോകാം. പ്രാർത്ഥനയുടെ പാഠങ്ങൾ നമുക്ക് പഠിപ്പിക്കാം. നല്ലവനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് 2